ഒരിടവേളയ്ക്ക് ശേഷം ശ്രീനാഥ് ബാസി എന്ന യുവനടൻ ഇപ്പോൾ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചതോടെയാണ് ശ്രീനാഥ് ബാസി വീണ്ടും വാർത്തകളിൽ നിറഞ്ഞത്. എക്സൈസ് തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ തനിക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു ശ്രീനാഥ് നൽകിയ ഹർജിയിലെ പ്രധാന ആവശ്യം. എന്നാൽ എക്സൈസ് തന്നെ നിലവിൽ പ്രതി ചേർത്തിട്ടില്ലെന്നറിഞ്ഞതോടെ ശ്രീനാഥ് ബാസി താൻ നൽകിയ ഹർജി ഇന്നലെ പിൻവലിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് കൂടുതൽ തെളിവുകൾ ലഭിച്ചതോടെ ശ്രീനാഥ് ബാസിയെ ചോദ്യം ചെയ്യാൻ തീരുമാനമായിട്ടുണ്ട്. നേരത്തെ ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി യുവതി ഉൾപ്പെടെ 2 പേർ പിടിയിലായ കേസിന്റെ അന്വേഷണം എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് കൈമാറിയിരുന്നു. ഈ കേസിലെ പ്രതികളുടെ ഫോൺ പരിശോധിച്ചപ്പോഴടക്കം ചില സിനിമാ താരങ്ങളുടെ ബന്ധത്തെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചിരുന്നു. ഈ താരങ്ങളെ വിളിച്ചു വരുത്തുമെന്നും നോട്ടീസ് കൊടുത്ത് ചോദ്യം ചെയ്യുമെന്നും എക്സൈസ് അറിയിച്ചിരുന്നു. ഇതോടെയാണ് അറസ്റ്റ് ഭയമുണ്ടെന്നും തടയണമെന്നും കാണിച്ച് ശ്രീനാഥ് ബാസി കോടതിയെ സമീപിച്ചത്. കേസിൽ അറസ്റ്റിലായ തസ്ലീമ എന്ന യുവതി തന്നെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്ന് ശ്രീനാഥ് ബാസി തന്നെ പറയുന്നുണ്ട്. ഹൈബ്രിഡ് കഞ്ചാവുണ്ടെന്നും ആവശ്യമുണ്ടോ എന്നുമാണ് തസ്ലീമ ചോദിച്ചത്. വേണ്ടതുപോലെ ചെയ്യുവെന്ന് തസ്ലീമ വാട്സപ്പിൽ സന്ദേശം അയച്ചു. കാത്തിരിക്കൂ എന്ന് മറുപടി നൽകി. ആരോ കബളിപ്പിക്കാൻ വേണ്ടി അയച്ച സന്ദേശമാണ് എന്ന് കരുതിയാണ് ഇത്തരത്തിലൊരു മറുപടി നൽകിയത്. എന്നാൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും മടിയിൽ കനമില്ലെങ്കിൽ എന്തിനാണ് ശ്രീനാഥ് ബാസി പേടിക്കുന്നത് എന്നാണ് ഇവിടുത്തെ പ്രസക്തമായ ചോദ്യം. ഇക്കഴിഞ്ഞ ഏപ്രിൽ 1 തസ്ലീമ സുൽത്താനിയെ 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി ആലപ്പുഴയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. എക്സൈസും ലഹരിവിരുദ്ധ പ്രത്യേക സ്ക്വാഡും ചേർന്നായിരുന്നു അറസ്റ്റ് ചെയ്തത്. ചോദ്യം ചെയ്യലിൽ നടന്മാരായ ശ്രീനാഥ് ബാസി, ഷൈം ടോം ചാക്കോ എന്നിവർക്കെതിരെ തസ്ലീമ മൊഴി നൽകുകയായിരുന്നു. കേസിൽ അറസ്റ്റിലായ യുവതി ശ്രീനാഥ് ബാസിക്ക് കഞ്ചാവ് കൈമാറിയെന്നും ഷൈം ടോം ചാക്കോ കസ്റ്റമറാണെന്നും മൊഴി നൽകി. മലയാള സിനിമയിലെ ലഹരി ഉപയോഗം കഴിഞ്ഞ കുറച്ചു നാളുകളായി വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. യുവതി മൊഴി നൽകിയ ശ്രീനാഥ് ബാസിയും ഷൈം ടോം ചാക്കോയും നേരത്തെ തന്നെ ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ സംശയത്തിന്റെ നിഴലിലായിരുന്നു. ഗുണ്ടാത്തലവൻ ഓം പ്രകാശ് പ്രതിയായ ലഹരി കേസുമായി ബന്ധപ്പെട്ടായിരുന്നു നേരത്തെ ശ്രീനാഥ് ബാസി, പ്രയാഗ മാർട്ടിൻ എന്നിവരുടെ പേരുകൾ ഉയർന്നു വന്നത്. എന്നാൽ പിന്നീട് ശ്രീനാഥ് ബാസിക്കും പ്രയാഗ മാർട്ടിനും ഗുണ്ടാ നേതാവ് ഓം പ്രകാശിനെ മുൻപരിചയമില്ലെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയായിരുന്നു. 2015 ഷൈം ടോം ചാക്കോയെ ലഹരി കേസിൽ അറസ്റ്റ് ചെയ്ത സംഭവം നടന്നത്. കൊക്കൈനുമായി ഷൈനടക്കം 5 പേർ പിടിയിലാവുകയായിരുന്നു. കൊച്ചി കടവന്ത്രയിലെ ഫ്ളാറ്റിൽ നടത്തിയ റെയ്ഡിലാണ് നടൻ ഷൈൻ ടോം ചാക്കോയും മോഡലുകളും പിടിയിലാവുന്നത്. 2015 ജനുവരി 30 സംഭവം. എന്നാൽ ഈ വർഷം ഫെബ്രുവരിയിൽ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെ 5 പ്രതികളെ കോടതി വെറുതെ വിട്ടിരുന്നു. കേസ് എക്സൈസിന് ശാസ്ത്രീയമായി തെളിയിക്കാനായില്ലെന്ന് നിരീക്ഷിച്ചാണ് വിചാരണ കോടതി ഇത്തരത്തിൽ ഒരു വിധി പുറപ്പെടുവിച്ചത്. എന്നാൽ ഇത്തവണ തസ്ലീമ എന്ന പ്രതി പറഞ്ഞതുപോലെ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ബാസിയും ലഹരി ഉപയോഗിക്കുന്ന കണ്ണിയിലെ അംഗങ്ങളാണെങ്കിൽ അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരേണ്ടത് മലയാള സിനിമയുടെയും കേരള സമൂഹത്തിന്റെയും ആവശ്യം തന്നെയാണ്.